നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, കൊളസ്ട്രോൾ, BP, ഡയബറ്റിസ്, പിന്നെ ഒബിസിറ്റി, അമിതവണ്ണം, അതേപോലെ തന്നെ നടുവേദന, കാൽമുട്ടുവേദന, ഇതൊക്കെ ചില സ്കിൻ ഡിസീസസ് വരെ മാറ്റാനായിട്ടുള്ള അതിനുള്ളൊരു ഏക പോം വഴി എന്ന് പറഞ്ഞാൽ ദിവസവും എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദിവസവും വ്യായാമം ചെയ്യുക, അതായത് സന്ധികളെ അയച്ചിടുക. സന്ധികളെ അയച്ചിടുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുമ്പോൾ നമ്മുടെ വിസർജനം, അതായത് ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന പ്രക്രിയയും നന്നായിട്ട് നടക്കും. അപ്പോൾ പിന്നെ അസുഖങ്ങൾ ഉണ്ടാവില്ല. ഒപ്പം ഭക്ഷണ നിയന്ത്രണം വേണം, നല്ലപോലെ വെള്ളം കുടിക്കണം. ഒപ്പം മാനസിക സ്വാസ്ഥ്യം, അതായത് ടെൻഷൻ, ആങ്സൈറ്റി, ഇതൊക്കെ ഓവറായിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ടാകും. ടെൻഷനും ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകും. അത് ഓവറായിട്ടുള്ളത് അധികമാകാതെ സൂക്ഷിക്കാൻ നോക്കുക. അതിന് മെഡിറ്റേഷൻ, യോഗനിദ്ര, ഇതൊക്കെ ചെയ്യുക. ഒപ്പം ഞാനിവിടെ കാണിക്കുന്ന എക്സസൈസുകൾ ദിവസവും ഒരു 20-25 മിനിറ്റ് എങ്കിലും ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ഈ വീഡിയോ നോക്കി എല്ലാവരും ചെയ്യുക. ഞാൻ മാറ്റുന്ന അനുസരിച്ച് നിങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുക ആ സ്റ്റെപ്സുകൾ. ഓക്കെ, ആദ്യം നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നടക്കുക. ഓക്കെ, ചെയ്തു തുടങ്ങാം. യെസ്, കമോൺ. 1. ഞാനിങ്ങനെ ഒരു 30 സെക്കൻഡാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന ടൈം നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടുകൊണ്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. അടുത്തത് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഓക്കെ. അടുത്തത് ഇങ്ങനെ ചെയ്യാം. അടുത്തത് ഇങ്ങനെ ചെയ്യും. കൈ പുറകോട്ട് ഇങ്ങനെ ഒഴിക്കും. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ആ താളത്തിൽ തന്നെ ശ്വാസം എടുക്കുക വിടുക. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇങ്ങനെ നടക്കുമ്പോൾ കൈ ഇങ്ങനെ പൊക്കുക. ഓരോ കൈയായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊക്കുക, താഴ്ത്തുക. അടുത്തത് ഇങ്ങനെ വശങ്ങളിലേക്ക് നടക്കുമ്പോൾ കൈ ക്ലാപ്പ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുക്കുക, വിടുക. വീണ്ടും നമ്മൾ സാധാരണ പോലെ നടക്കുക. ഇങ്ങനെ 30 സെക്കൻഡ് നേരം നടക്കുക.
അടുത്തത് ഇങ്ങനെ നടക്കുക, കൈ ഇങ്ങനെ പിടിച്ചിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുക, കൈ ഇങ്ങനെ മടക്കുക നിർത്തുക. ഓക്കെ, ഈസി അല്ലേ? ചെയ്യാം. അടുത്തത് വീണ്ടും നടക്കുക, സിമ്പിൾ വാക്ക്. നന്നായിട്ട് ശ്വാസം എടുക്കുക, വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, അടുത്ത കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നടക്കുക. വെറുതെ നടന്നാൽ മതി, കൈ മുകളിൽ തന്നെ നിൽക്കും. അടുത്തത് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക, കൈ ഇങ്ങനെ അടുപ്പിക്കുക, അകത്തുക. ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം, കാലുകൾ നടന്നുകൊണ്ടിരിക്കും, കൈ ഇങ്ങനെ അകലുകയും ചെയ്യും. ഓക്കെ, വീണ്ടും നടക്കുക, സിമ്പിൾ വാക്ക്. ഈ ഇടയ്ക്കുള്ള നടത്തം എന്ന് പറയുന്നത് നമുക്കൊരു ബ്രേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ബ്രേക്ക് എന്ന് പറയും. നടന്നുകൊണ്ടേ ഇരിക്കും, നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല, പക്ഷെ എന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. ശ്വാസം എടുക്കുക, വിടുക. ഓക്കെ, അടുത്തത് കാലുകൾ ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ കൈകൾ മുകളിലേക്ക് പോകും. കണ്ടോ? ഇങ്ങനെ ചെയ്യാം. റെഡി? കമാൺ. അടുത്തത് ഈ കാലുകൾ ഇങ്ങനെ തിരിയണം, ഒപ്പം കൈകൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീശുക. കൈകൾ ഇങ്ങനെ വെറുതെ വീശുക, കാലുകൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണം. കണ്ടോ? കാലിൻ്റെ വിരലിൽ ഊന്നി ഇങ്ങനെ തിരിയണം. ഇനി അങ്ങനെ തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈകൾ മുകളിലേക്ക് പൊക്കുക. എങ്ങനെ? ഇങ്ങനെ സൈഡിലേക്ക്. കണ്ടോ? ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. ഓക്കെ, കമോൺ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, വീണ്ടും നമ്മുടെ ആക്റ്റീവ് ബ്രേക്ക്. ചുമ്മാ നടക്കുക. ഇങ്ങനെ ശരീരം മുഴുവനും ചലിക്കുന്ന രീതിയിൽ തന്നെ നടക്കുക. നന്നായിട്ട്. ഓക്കെ, അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ബോഡി ഇങ്ങനെ തിരിയുമ്പോൾ മുകളിലേക്ക് പഞ്ച് ചെയ്യുക. ഉണ്ടോ? കാലിൽ ഊന്നി ഇങ്ങനെ പൊങ്ങുക, കാലിൽ ഊന്നി തിരിയുക, ഇങ്ങനെ പഞ്ച് ചെയ്യുക. ഓക്കെ, കമാ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുക്കുക, വിടുക, മറന്നു പോരുത്.
വീണ്ടും ഇങ്ങനെ. കൈകളിങ്ങനെ പിടിക്കുക. കൈകളിങ്ങനെ പിടിച്ചിട്ട് കൈകളിങ്ങനെ മുകളിലേക്ക് പൊക്കുക, താഴ്ത്തുക. അത്ര തന്നെ, സിമ്പിളായിട്ട്. കാണാം, വാ ചെയ്തു. ഓക്കെ, വീണ്ടും സിമ്പിൾ വാക്കിംഗ്. ഇങ്ങനെ നടക്കുക. കാലുകൾ മാക്സിമം പൊക്കാൻ ശ്രമിക്കുക. ഒപ്പം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഓക്കെ, അടുത്തത് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടക്കുമ്പോൾ ആ കാലിങ്ങനെ പുറകോട്ട് പോകണം, കണ്ടോ? എന്നിട്ട് കൈകൾ ഇങ്ങനെ പിടിച്ച് വലിക്കുക. ഇങ്ങനെ ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ചെയ്യാം. കമാ. ഓക്കെ, അടുത്തത് വീണ്ടും സിമ്പിൾ വാക്കിംഗ്. നടന്നുകൊണ്ടിരിക്കുക. നോൺ സ്റ്റോപ്പായിട്ട്, നിർത്താതെ ഒരു 20-25 മിനിറ്റെങ്കിലും ചെയ്താലേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. ദിവസവും ചെയ്യണം, മുടങ്ങരുത്. ഭക്ഷണ നിയന്ത്രണം വേണം, വെള്ളം കുടിക്കണം, മനസ്സിനെ ശാന്തമാക്കാൻ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ നിദ്ര ചെയ്യുക. ഓക്കെ ഓക്കെ, അടുത്തത് കൈകളിങ്ങനെ അരക്കെട്ടി കൊടുത്തിട്ട് കാലിനെ മുട്ടിനെ ഇങ്ങനെ മാക്സിമം പൊക്കുക. ചെയ്യാം, കമാ, ചെയ്തു. ഓക്കെ, അടുത്തത് കാൽമുട്ടിനെ ഇങ്ങനെ ഓപ്പോസിറ്റിലേക്ക് ഉണ്ട്. ഓരോ കാൽമുട്ടിനെയും ഓപ്പോസിറ്റിലേക്ക്. അപ്പോൾ കൈകൾ ഇങ്ങനെ പോകും. ഇത് കണ്ട, കൈകളിങ്ങനെ പോകും. അത് നോക്കി ചെയ്യുക. റെഡി? കമാ. ഓക്കെ, വീണ്ടും സിമ്പിൾ വാക്കിംഗ്. ഇങ്ങനെ കാലിലെ മുട്ട് പൊങ്ങുമ്പോൾ കൈകളിങ്ങനെ വീശുക. റെഡി? അടുത്തത് കാലുകൾ ഇങ്ങനെ പൊങ്ങുമ്പോൾ ഓപ്പോസിറ്റ് കാൽമുട്ടിൽ കൈകൾ കൊണ്ട് തൊടുക. അടുത്തത് വീണ്ടും സിമ്പിൾ വാക്കിംഗ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സിമ്പിളായിട്ട് വാക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക.
ഓക്കെ, അടുത്തത് കൈകളിങ്ങനെ പിടിച്ചിട്ട് കാലിങ്ങനെ മടക്കുക, കാലിൽ കൊണ്ടുവന്ന് ആ കൈ കൊണ്ടുവന്ന് കാലിൽ തൊടുക. ഓക്കെ, ചെയ്തു. ഓക്കെ, വീണ്ടും സിമ്പിൾ വാക്ക്. ഈ വ്യായാമം ചെയ്യാൻ ഏതാണ് നല്ല സമയമെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. ആ വീഡിയോ മുഴുവൻ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോരും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെയാണ്. രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ചെയ്യുക. ഇനി അതെല്ലാം സമയമില്ലെങ്കിൽ വൈകിട്ട് ചെയ്യുക. ഒരു 4 മണി അല്ലെങ്കിൽ 5 മണി ഏതാണ് സമയം എന്ന് വെച്ചാൽ എന്തായാലും ചെയ്യുക. ഓക്കെ, അതിന് യാതൊരു മടിയും വിചാരിക്കണ്ട. ഓക്കെ, അടുത്തത് നമുക്ക് ചെയ്യാം. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് കൈമുട്ട് കാൽമുട്ടിൽ കൊണ്ട് തൊടുക. റെഡി? ചെയ്യാം. ചെയ്തു. വീണ്ടും സിമ്പിൾ വാക്കിങ്. ഇങ്ങനെ വാക്ക് ചെയ്യുക. ആ സമയത്തൊക്കെ നന്നായിട്ട് ശ്വാസം എടുക്കുക, വിടുക. ഓക്കെ, അടുത്ത കൈ ഇങ്ങനെ പൊക്കി പിടിക്കുക. ഓരോ കാല് പൊങ്ങുമ്പോൾ കൈ താഴോട്ട് കൊണ്ട്. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാം. വീണ്ടും സിമ്പിൾ വാക്ക് ചെയ്യാം. വെറുതെ നടക്കുക. ഓക്കെ, അടുത്തത് അങ്ങനെ തന്നെ നടക്കുക. കൈകൾ ഇങ്ങനെ വീശുക, മുകളിലേക്ക് പൊക്കുക. കണ്ടോ? നന്നായിട്ട് ശ്വാസം എടുക്കുക. വിടുക. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. അങ്ങനെയാണ്. കൈ പൊങ്ങുമ്പോൾ ശ്വാസം എടുക്കുക, കൈ താഴോട്ട് വരുമ്പോൾ ശ്വാസം വിടുക. ഓക്കെ, അടുത്തത് കൈകളിങ്ങനെ വെറുതെ പൊക്കുക. നടക്കുക, ഒപ്പം കൈകളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക. മാക്സിമം പൊക്കണം. ആ ഷോൾഡറിനൊക്കെ നല്ല അയവ് കിട്ടാൻ ഏറ്റവും നല്ലതാണ്. ഓക്കെ, അടുത്തത് ഇങ്ങനെ ചെയ്യാം. കാല് പൊക്കിയിട്ട് കൈകൾ കാലിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് തൊടുക. ഓക്കെ, വീണ്ടും സിമ്പിൾ വാക്കിംഗ്.
ഓക്കെ. അടുത്തത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൈ ഒരു ലിവറിൽ പിടിച്ചിങ്ങനെ വലിക്കുന്ന പോലെ ഉണ്ടോ, ഇങ്ങനെ മുന്നിൽ നിന്ന് പുറകോട്ട് വലിക്കുക. ഓക്കെ, കമാ. അടുത്തത് കൈകളിങ്ങനെ അരക്കടി സപ്പോർട്ടിട്ട് കാലിങ്ങനെ മടക്കുക, കാല് പുറകോട്ട് മടക്കുക. മനസ്സിലായോ? ആ ഉപ്പൂറ്റി ബട്ടക്സിൽ തൊടാവുന്ന രീതിയിലേക്ക് മടക്കുക. ഓക്കെ, കമാ. വീണ്ടും സിമ്പിൾ വാക്കിംഗ്. നന്നായിട്ട് നടക്കുക. ശരീരഭാഗങ്ങളെ നന്നായിട്ട് ചലിപ്പിക്കുക. മടി കൂടാതെ മുടങ്ങാതെ ദിവസവും ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ചെയ്തു നോക്കുക. അടുത്തത് കാലുകൾ നമ്മൾ നേരത്തെ ഇങ്ങനെ മടക്കില്ലേ, അപ്പോൾ കൈ ഇവിടെയാണ് പിടിച്ചെങ്കിൽ ഇത്തവണ നമ്മളിങ്ങനെ ചെയ്യാം. കണ്ട, കാല് മടക്കുമ്പോൾ കൈകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വശങ്ങളിലേക്ക് കൈകൾ കൊണ്ടുപോകുക. ഓക്കെ, വീണ്ടും സിമ്പിൾ വാക്കിംഗ്, സിമ്പിളായിട്ട് വാക്കിംഗ്. ഓക്കെ, അടുത്തത് കാലുകൾ ഇങ്ങനെ പോകുമ്പോൾ കൈകൾ മുകളിലേക്ക് കൊണ്ടുപോവുക, ഇങ്ങനെ. ഓക്കെ, കമാ, ചെയ്തു. വീണ്ടും സിമ്പിൾ വാക്കിംഗ്, വെറുതെ നടക്കുക. അടുത്തത് ഇങ്ങനെ വശങ്ങളിലേക്ക് നടക്കുമ്പോൾ കൈകൾ നേരെ മുന്നോട്ട് നീട്ടുക, ഇങ്ങനെ. കണ്ടോ, ഇത്രേ ഉള്ളൂ കാര്യം. വീണ്ടും സിമ്പിൾ വാക്കിംഗ്. അടുത്തത് കാലുകൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ കൈകൾ നേരെ മുകളിലേക്ക് പോകുക. കണ്ടോ, ഇങ്ങനെ ചെയ്യാം.
വീണ്ടും സിമ്പിൾ. ഓക്കെ, വാക്ക് ചെയ്യുക, ചുമ്മാ നടക്കാം ഇങ്ങനെ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുക്കാനും വിടാനും മറക്കരുത്. ഓക്കെ, നമ്മുടെ ജോഗിങ് ഏകദേശം കഴിഞ്ഞു. പെട്ടെന്ന് നിർത്തി കളയരുത്. ഇനി ഞാൻ കാണിക്കുന്ന ഈ സ്ട്രെച്ചിങ്സ് കൂടി ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം, എങ്കിലേ അതിന്റെ പൂർണ്ണ പ്രയോജനം കിട്ടുകയുള്ളൂ. ഓക്കെ, സിമ്പിളാണ്. കാലുകൾ ഇതിനകത്ത് വയ്ക്കുക, കൈകൾ ഇങ്ങനെ കോർത്തു പിടിക്കുക, നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി ഒന്ന് വലിച്ചിങ്ങനെ പൊക്കിയിട്ട് കാൽ വിരലിലൂന്നി പൊങ്ങുക. ഓക്കെ, താഴുക, അഗൈൻ പൊങ്ങുക, താഴുക. ഓക്കെ, കമോൺ. 5 5 4 3 2 1. ഓക്കെ, കൈ താത്തിടുക. ഇടത് കൈ അരക്കണ്ണിൽ സപ്പോർട്ട് കൊടുക്കുക, വലത് കൈ ചെവിയോട് ചേർക്കുക, ഇടത് ഭാഗത്തേക്ക് മാക്സിമം ചരിഞ്ഞു കൊടുക്കുക. വലത് ഭാഗത്ത് കിട്ടുന്ന സ്ട്രെച്ച് മനസ്സിൽ കാണുക. 5 4 3 2 1. പതിയെ നേരെ വരാം. ഈ കൈ അരക്കണ്ണിൽ സപ്പോർട്ട് കൊടുത്തിട്ട് ഇതുപോലെ അപ്പുറത്തേക്ക്. 5 4 3 2 1. പതിയെ നേരെ വരാം. അഗൈൻ കൈകൾ ഇങ്ങനെ കോർത്തു പിടിക്കുക, നേരെ മുന്നോട്ടേക്ക് തന്നെ നിവർത്തുക, നെഞ്ചിലേക്ക് കൊണ്ടുവരിക, മുന്നോട്ട് നിവർത്തുക, കൊണ്ടുവരിക. ഓക്കെ, കമോൺ. 5 4 3 2 1. ഓക്കെ, ഇനി അത് തന്നെ നേരെ കൈമുകളിലേക്ക് വെക്കുക. 1 2 3 4 5. ഓക്കെ, അടുത്തത് രണ്ട് കൈകൾ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് രണ്ട് കൈകളെയും ഒരു ഭാഗത്തേക്ക്. 5 4 3 2 1. പതിയെ നേരെ വരിക, മറുവശത്തേക്ക്. 5 4 3 2 1. പതിയെ നേരെ വരിക. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അത് ചെയ്തിട്ട് നിർത്താവൂ. കൈകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക, അല്പം പിന്നോട്ട് വളയുക, ദെൻ കാൽമുട്ട് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് കൈകൾ ഇങ്ങനെ മുതുകിലേക്ക്. ഓക്കെ, ഒരു 10 ചെയ്യാം. കമോൺ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനിയും നമുക്കൊന്ന് പതുക്കെ നിലത്തിരിക്കാം. നേരത്തെ പറഞ്ഞ ആങ്സൈറ്റി, ടെൻഷൻ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ചുമ്മാ ഇങ്ങനെ ചമ്രം പിടിച്ചിരിക്കുക. ഓക്കെ, നട്ടെല്ല് നിവർത്തിയിരുന്നിട്ട് മുതുക് നിവർത്തിരിക്കണം. കണ്ണടച്ചു വയ്ക്കുക, ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക, വയറിൻ്റെയും നെഞ്ചിൻ്റെയും ചലനത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. ആ ശ്വാസം എടുക്കുമ്പോൾ ഉയരുന്ന വയറ്, ശ്വാസം വിടുമ്പോൾ താഴുന്ന വയറ്, അതോടൊപ്പം നെഞ്ചും ചലിക്കുന്നുണ്ട്. അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിനെ ശാന്തമാക്കുക. നല്ല ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണ്? ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലാണ്, ഞാൻ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ്, എനിക്ക് ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കരുത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ വരാം, അല്ലേ? അവിടെ നമുക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ അതുമായി പൊരുത്തപ്പെടുക, എന്നിട്ട് അതിനെതിരെ പൊരുതി ജയിക്കുക. അപ്പൊ അതിനൊക്കെ ഈ മനസ്സിങ്ങനെ ശാന്തമായിരിക്കണം. നല്ല ശാന്തമായ അങ്ങനെ ഇരിക്കുക. നല്ല ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ ഇരുന്നിട്ട് കൈകളൊന്ന് തൊഴുതു പിടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന മനസ്സിൽ ചൊല്ലാം. ഏതുതരം മാനസികാവസ്ഥയാണോ വേണ്ടത്, ജീവിതത്തിൽ സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ഒക്കെ ആയിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക. അതിനുശേഷം പതുക്കെ കൈകൾ പതുക്കെ താഴ്ത്തിയിട്ട് സാവധാനം കണ്ണുകൾ തുറന്നു വരിക. ദെൻ നമ്മുടെ
നിത്യജീവിതത്തിലേക്ക്, സാധാരണ പ്രവൃത്തികളിലേക്ക് പോവുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നോക്കി ചെയ്യും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനിയും ചെയ്തിട്ടില്ല എങ്കിൽ സമയം കിട്ടുമ്പോൾ ചെയ്യുക, മറക്കരുത്. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തണം. ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇതുപോലെ വ്യായാമം അല്ലെങ്കിൽ യോഗ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഒന്ന് വാട്സപ്പിലൂടെയൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.